മുഖ്യമന്ത്രി തീരുമാനം നീളുന്നു. കോൺഗ്രസിനെതിരെ പ്രതിഷേധം ശക്തം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിയർക്കുമ്പോൾ പ്രതിഷേധവുമായി പ്രവർത്തകർ. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും സംഭവത്തിൽ നീരസമുണ്ട്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തീരാതെ തുടരുകയാണ്. KPCC മുൻ പ്രസിഡന്റുമാരുമായും വൈസ് പ്രസിഡന്റുമാരുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വൈകുന്നേരം ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലെത്തും. അതിനുശേഷം രാഹുലുമായി കൂടിക്കാഴ്ച നടത്തും. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പുല്ലുവില നൽകി കോൺഗ്രസിൽ വീണ്ടും ഫ്ലെക്സ് യുദ്ധം മുറുകുന്നു. കൊച്ചിയിൽ VD സതീശൻ, ഷാഫി പറമ്പിൽ അനുകൂല ഫ്ലെക്സുകൾ ഉയർന്നു. കോൺഗ്രസ് പള്ളുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സ്. VDS കേരളം ഭരിക്കട്ടെ, ഷാഫി കോൺഗ്രസ് നയിക്കട്ടെ എന്നാണ് ഫ്ലെക്സിലുള്ളത്. BJP പാർലമെന്ററി പാർട്ടി നേതാവിനെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലി തർക്കം മുറുകുന്നു. രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി. സംഘടനയിൽ ഒരാൾക്ക് ഒരു പദവി എന്ന നയം കർശനമായി നടപ്പിലാക്കണമെന്നാണ് V മുരളീധരൻ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. വിഷയം ചർച്ച ചെയ്യാൻ BJP കോർ കമ്മിറ്റി യോഗം വെള്ളിയാഴ്ച ചേരും. രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ NEET UG നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്നാണ് നടപടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മെയ് 3 നടന്ന പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പരീക്ഷാഫലം റദ്ദാക്കാനും വീണ്ടും പരീക്ഷ നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും മാഫിയ വാഴ്ചയ്ക്ക് BJP ഭരണം കളമൊരുക്കിയിട്ട് നാളുകളേറെയായി. 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ NEET പരീക്ഷ റദ്ദാക്കേണ്ടി വന്നത് മാഫിയ ഇടപെടലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. കേരളത്തിൽ നിന്നുള്ള 1.25 ലക്ഷം വിദ്യാർത്ഥികൾ ഈ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ ഉടനീളമുള്ള 717 ടാസ്മാക് മദ്യവിൽപ്പനശാലകൾ ഉടൻ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഉത്തരവിട്ടു. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് പൂട്ടുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് 4 മരണം, 7 പേർക്കാണ് മിന്നലേറ്റത്. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വ്യൂ പോയിന്റിലെത്തിയ യുവാക്കൾക്കാണ് മിന്നലേറ്റത്. സിദായ്, ഫഹദ്, റഹീസ്, ബഹാസ് എന്നിവരാണ് മരിച്ചത്. മുസ്ലിം ലീഗിനു പിന്നാലെ പാർട്ടിയുടെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗും മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത്. തീരുമാനം വൈകുന്നത് അണികൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗുവാഹട്ടിയിലെ ഖാനാപാറ വെറ്ററിനറി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാനത്ത് തുടർച്ചയായ 3ാം തവണയാണ് NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയ്ക്കൊപ്പം തന്നെ കേരള, കന്യാകുമാരി തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം മൂലമുള്ള കടലാക്രമണ സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.